കുഞ്ഞുങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ് സൊളാനം ട്യൂബറോസും എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എന്നുള്ളത്. ഇതിൽ ധാരാളമായിട്ട് സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യം, സൾഫർ, കോപ്പർ തുടങ്ങിയിട്ടുള്ള സിങ്ക്, അയൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മിനറൽസും അതിന് പുറമെ ബീറ്റ കരോട്ടീൻ, വൈറ്റമിൻ എ, B6, B12, ഫോളിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള ഒത്തിരിയേറെ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് ഗുണം മാത്രമാണോ തരുന്നത്? അല്ലാട്ടോ, ചില ഡീമെറിറ്റ്സും ഇതിലുണ്ട് എന്ന് വേണം പറയാൻ. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ ഇത് പലപ്പോഴും തന്നെ നമുക്ക് വയറ് വീർക്കുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കീഴ്വായു ശല്യം പോലുള്ള ബുദ്ധിമുട്ടുകളോ ഡൈജഷൻ പ്രോപ്പർ അല്ലാതെ വരുന്നതോ ഒക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട്. പക്ഷേ ഇത് ശരിയായ അളവിൽ മിതമായിട്ടാണ് കഴിക്കുന്നതെങ്കിലോ ഇത് ഹൃദയ ആരോഗ്യത്തിനും ബ്ലഡ് പ്രഷർ ഉള്ളവർക്കായാലും ഒക്കെ നല്ലതാണ്. പിന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 70-ലും കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ എന്ത് ഭക്ഷണമായാലും ഗുണത്തിലേറെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയുന്നത് പോലെ ഈ പൊട്ടാറ്റോയിലും അത് തന്നെയാണ് കാര്യം. ആലുക ശീതളം സർവം വിഷ്ടംബി മധുരം ഗുരു എന്ന് പറയുന്നത് ഇതിന് വളരെ ശീതമായിട്ടുള്ളൊരു ഗുണമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കുന്നത് ഫേസിന് നല്ലൊരു കൂളിംഗ് ഏജന്റ് ആയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മധുര രസമുള്ളതാണ് എന്നും പറയുന്നു. അതുകൊണ്ട് നമുക്ക് ദഹനം മിതമായി കഴിച്ചാൽ ദഹനത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ ദഹനം എളുപ്പമാക്കും. എന്നാൽ അധികമായാൽ ഇത് ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളും തന്നെയാണ്. അഭ അനിലഹരം ബല്യം വൃഷ്യം സ്വൽപ അഗ്നിവർദ്ധനം എന്നും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മിതമായി കഴിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ രീതിയിൽ അഗ്നിവർദ്ധനം ഉണ്ടാക്കുന്നുണ്ട്. വിശപ്പ് ചെറിയ രീതിയിൽ കഴിച്ചാൽ നമുക്ക് വിശപ്പ് ശരിയായ രീതിയിൽ, അതായത് ദഹനം വേഗം നടക്കും, പിന്നീടുള്ള വിശപ്പ് ഉണ്ടാക്കാനും സഹായിക്കുന്നു എന്നുള്ളത്. എന്നാൽ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദഹന വ്യവസ്ഥയെ തന്നെ താറുമാറാക്കി നമുക്ക് വയറ് നിറഞ്ഞതുപോലെയുള്ള ഫീല് വരും. പക്ഷെ ഒരു കണക്കിന് ചിന്തിച്ചാൽ ഇത് ഗുണവുമാണ്. നമ്മൾ ആഹാരത്തിൽ പൊട്ടാറ്റോസ് ഉപയോഗിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റും ഈ സ്റ്റാർച്ചൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വയറ് ഫില്ലായതുപോലെ തോന്നുന്നുണ്ട് അമിതമായിട്ട് കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും നമ്മുടെ തടി കൂടുന്നു എന്നുള്ള കാരണം കൊണ്ട് കാർബോഹൈഡ്രേറ്റ്സിനെ കുറയ്ക്കാറുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് ഒരു കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് വണ്ണം വെക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനാണ് സഹായിക്കുന്നത് എന്നുള്ളത് കൂടെ ഓർക്കണം. സൊളാനൈൻ ഗ്ലൈക്കോ ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുള്ള പൊട്ടാറ്റോസ് ആണ് കൂടുതലും ഈ പച്ച കളറ് തൊലിക്ക് പുറമെ വന്നത് അല്ലെങ്കിൽ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വേണം പറയാൻ. ഇത് എപ്പോഴും നമ്മുടെ നാഡി വ്യവസ്ഥയെ തന്നെ തകരാറിലാക്കുന്ന രീതിയിലുള്ള ചില ആൽക്കലോയിഡ്സ് ആണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാത്തതാണ് നല്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കുക. മുള വന്നതാണെങ്കിൽ ഉപയോഗിക്കുക.